ചമ്മന്തിപ്പൊടി റെഡി, അച്ചാറ് റെഡി. ഈ മനുഷ്യന്റെ ഷർട്ട് സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചോന്ന് എനിക്കൊരു സംശയമാങ്ങ്. ഇപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കണ്ടില്ല കേട്ടില്ല എന്ന് വല്ലതും പറയുമോന്ന് എന്താണെന്നറിയത്തില്ല. ഭർത്താവ് വന്നിട്ട് അങ്ങ് തിരിച്ചു പോകുമ്പോ മനസ്സിനങ്ങ് വിഷമമാങ്ങ്. നിങ്ങൾ കൊണ്ടോകണേ. പക്ഷെ എനിക്കാണെങ്കിൽ അങ്ങ് ചിലപ്പോഴൊക്കെ എന്തുവാന്നറിയത്തില്ല, ഇടയ്ക്കിടയ്ക്ക് അങ്ങ് വരും, ഇടയ്ക്കിടയ്ക്ക് അങ്ങ് പോകും. ചേട്ടാ ചേട്ടന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെക്കുമായിരുന്നു. എന്റെ ദൈവം, നിനക്ക് തലയ്ക്ക് വല്ല ഓളമുണ്ടോ? എന്തുവാ ഇതൊക്കെ ഇപ്പൊ അങ്ങ് കെട്ടിച്ചോന്ന് കൊണ്ടുപോകണം എന്തിനാ? ഇതൊന്നും ചേട്ടനല്ലെന്ന്. പിന്നെ അവിടെ കൂടുള്ളവർക്ക് കൊടുക്കാമല്ലോ. 2 കൊല്ലമായില്ലോ അവരൊക്കെ ഒന്ന് നാട്ടിൽ വന്നിട്ട് കഴിക്കട്ടെ എല്ലാവരും. എടി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? എടി ഞാൻ ഒന്ന് പോണം, 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരാ? 2 ദിവസം മുമ്പ് ഇതുപോലെ നിന്ന് ചിണുങ്ങിയത് കൊണ്ടാ ഇപ്പൊ താമസിച്ചത്. പോ നോക്കിക്കേ. ഞാനിപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കൊല്ലം കഴിയണം ഇങ്ങോട്ട് പോയി. 2 കൊല്ലം ദാ പിടിച്ചോന്ന് പറഞ്ഞാണ് അങ്ങ് പോകും. ശരിയാ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജോലിയുണ്ട്, അവരതിന്റെ കൂലി തരുന്നുണ്ടോ? പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? ധൈര്യമായിട്ട് പോ. അതല്ലെന്ന്, എനിക്ക് 2 കൊല്ലത്തേക്ക് എന്റെ പൊന്നിനെ കാണാണ്ടിരിക്കാൻ പറ്റുള്ള അതല്ലേ? ആ സാരമില്ല. ഒരു കാര്യം ചെയ്യും, ഇത്തവണ പോകുമ്പോ നീ എന്റെ കൂടെ അങ്ങ് കയറി വാ. എന്നെ അങ്ങോട്ട്? ഇവ പറയുന്ന കേട്ടാ തോന്നുന്നു ഇങ്ങനെ ഗൾഫിൽ പോവാന്നെന്ന്. 10 ദിവസത്തെ ജയിലിന്റെ പരോള് കഴിഞ്ഞ് ഇറങ്ങി വന്ന് നിൽക്കുവാ. എന്നിട്ട് 2 ദിവസം ഇപ്പൊ തന്നെ അധികത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. മര്യാദക്ക് കയറി പോവാൻ നോക്കിക്കോ, ഇല്ല അവന്മാരെല്ലാം കൂടെ തിരക്കി ഇങ്ങോട്ട് വരും. എന്നാലും ഞാൻ പോണോന്ന്. എനിക്കറിയാൻ വയ്യാത്തൊരു കാര്യവേ, 10 ദിവസത്തെ പരോള്. അതെ. ഈ 3 ദിവസം നിങ്ങൾ ഈ വീട്ടിലുള്ളായിരുന്നു. ബാക്കി 7 ദിവസം എവിടെ ആയിരുന്നു? 7 ദിവസം എവിടെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ കയ്യും വീശി ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഇവിടെ വന്നു കഴിഞ്ഞാൽ വട്ടച്ചെലവിന് കാശ് വേണ്ടേ? അതുകൊണ്ട് ഞാൻ വന്ന വഴിക്ക് ഒരു 3-4 ബാഗൊക്കെ നോക്കി വെച്ചു. ബാഗോ? ബാഗല്ല, ബാങ്ക് കുത്തി തുറക്കാൻ. സ്വന്തം ATM കാർഡ് ഇട്ട് പിന്നു കുത്തി സ്വന്തം പൈസ എടുക്കാൻ അറിയാൻ വയ്യാത്ത ഇങ്ങാരാ അങ്ങനെ ബാങ്ക് കുത്തി തുറക്കാൻ പോകുന്നേ. എന്തോ കാര്യത്തിന് ഇപ്പൊ പോലീസുകാർ നിങ്ങളെ പിടിച്ച് അകത്തിട്ടേക്കുന്നേ? മോഷണ കുറ്റത്തിന്. മോഷണ കുറ്റത്തിനല്ല, മോഷണം നടത്തിയിട്ട് ബുദ്ധിയില്ലായ്മ കാണിച്ചേനാ. എന്നെ ബുദ്ധിയില്ലായ്മ കാണിച്ചു നീ പറയണേ? ഇങ്ങനെ ഗൾഫുകാരന്റെ വീട്ടിൽ പോയിട്ട് സ്വർണ്ണവും പണവും എല്ലാം മോട്ടിച്ചോണ്ട് വന്നു. വീട്ടിൽ വന്നപ്പം ഇയാളുടെ മൊബൈൽ അവിടെ വെച്ചിട്ട് അവിടെ ഇരുന്ന് ആരുടെയോ ഫോൺ എടുത്ത് വന്നു. എന്നിട്ട് ഇവിടെ ഇരുന്നോണ്ട് സ്വന്തം ഫോണിലേക്ക് വിളിക്കുക. 5 മിനിറ്റ് പോലും എടുത്തില്ല, പോലീസുകാർ ഇവിടെ വന്നു. അങ്ങനല്ലേ നിങ്ങളെ പകത്ത് കിടക്കുന്നത്? അതിലിപ്പോ എന്നെ കുഴപ്പം? ഫോൺ മാത്രം അവരെ ചാർജർ എന്റെ കയ്യിലാ. ഇങ്ങനൊരു മണ്ടനായി പോയല്ലോ. എന്റെ പൊന്നു മനുഷ്യ, ഇത്രയും മോഷണമൊക്കെ നിങ്ങൾ ചെയ്തിട്ടും എനിക്ക് എന്തെങ്കിലും ഒക്കെ കൊണ്ടു തരുന്നുണ്ടോ? ഈ അങ്ങനത്തെ വർത്താനം പറയല്ലേ. ഞാൻ നിന്നെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കൈയും വീശി വന്നിട്ടുണ്ടോ? അതില്ല. പിന്നെ നീ എന്തെങ്ങനെ സംസാരിക്കണേ? നിനക്ക് നല്ല കിടക്കാച്ചി പാദസരം കൊണ്ട് തന്നേക്കല്ലേ? പാദസരമോ? എനിക്ക് പാദസരം ഒന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എനിക്കാണെങ്കിൽ ഇതൊന്നും ഇടാനുള്ള ഒരു മാനസികാവസ്ഥ പോലും എനിക്കൊരു അരഞ്ഞാണം മതിയായിരുന്നു. അത് ശരി, കയ്യത്തിനോർത്തുന്നല്ലേ പിടിച്ചു പറിച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ നമുക്ക്. ഞാനൊരു കാര്യം പറയട്ടെ, ദൈവത്തെ ഓർത്ത് ഈ മോഷണം എന്നുള്ള പരിപാടി അങ്ങ് നിർത്ത്. നമുക്ക് നല്ല രീതിയിൽ അന്തസ്സായിട്ട് അങ്ങ് ജീവിക്കാമെന്ന്. ഞാനും ജയിലിലേക്ക് എടുക്കുമ്പോ ഇത് തന്നെ വിചാരിച്ചോണ്ടിരുന്നു. ഇനി മേലാലും മോഷണമായിട്ട് മുന്നോട്ട് പോയാൽ പറ്റില്ല. മാനവും മര്യാദയ്ക്ക് ഒരു ജോലി ഞാൻ നോക്കി നല്ല കിടക്കനായിട്ട് ചെയ്യണം. പിന്നെ ആകെപ്പാടെ നമുക്കുള്ളൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ മാസ ലോണുകളുണ്ട്. വീടിന്റെ ലോണുണ്ട്, കാറിന്റെ EMI ഉണ്ട്. എല്ലാം കൂടെ ഒരു 10-65,000 രൂപ ചെലവ് വരും. അത് പിന്നെ നമുക്ക് എങ്ങനെയും തട്ടി മുട്ടിയൊക്കെ അങ്ങ് കഴിയാം. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഈ മോട്ടിക്കാൻ തോന്നണത്. പക്ഷെ നീ നോക്കിക്കോ, ഞാനിനി ജയിലിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ നമ്മുടെ ഈ ടെറസിന്റെ മേളില് കഞ്ചാവ് കൃഷി നടത്താൻ പോവാണോ? കഞ്ചാവല്ലെന്ന്, കഞ്ചാവിനൊന്നും ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. കാരണം എന്നെ അറിയാവുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നർക്കോട്ടിക്സ് ഈസ് ഡർട്ടി ബിസിനസ്. അതുകൊണ്ട് അതല്ല, ഞാൻ നമ്മുടെ ടെറസിന്റെ മുകളിൽ ഒരു ട്യൂഷൻ ക്ലാസ് അങ്ങോട്ട് തുടങ്ങാൻ പോവാ. 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത നിങ്ങൾ ആർക്ക് ട്യൂഷൻ എടുത്ത് പഠിപ്പിക്കാൻ പോവാ? നിങ്ങള് മോഷണം പഠിപ്പിക്കണമെങ്കിൽ 10ാം ക്ലാസ് പാസ്സാവണമെന്ന് ആരടി എന്നോട് പറഞ്ഞു? പക്ഷെ എന്നാലും എനിക്കങ്ങ് വിഷമോ ചേട്ടാ, എനിക്കങ്ങ് വിഷമോ. നമുക്കാണെങ്കിൽ കുഞ്ഞുങ്ങളില്ല, ചേട്ടനാണെങ്കിൽ അകത്ത്, ഞാനാണ് ഇവിടെ പുറത്തൊറ്റയ്ക്കാണേ. ചേട്ടൻ അങ്ങ് പോകുവാണേ. ഭ്രാന്തി, ഇവിടെ കിടന്ന് ഞാൻ ഇവിടെ ഇല്ല, ഇവിടെ ആരുമില്ല, പിള്ളേരില്ല എന്നൊക്കെ വിളിച്ചു പോവല്ലേ? ഏതെങ്കിലും വേട്ടാവളിയന്മാർ ഇങ്ങോട്ട് കയറി വരുമെന്ന്. അയ്യോ എന്ന് പറയുമ്പോ എടേ, ഞാനിവിടെ വന്നിട്ട് 3-4 ദിവസമായി. ഒരാളുടെ കൂടെ നീ ബൈക്കിൽ വന്ന് ഇവിടെ ഇറങ്ങേണ്ടത് ആരാ? അയ്യോ, അത് യൂബർ ബൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാറിലൊക്കെ നമ്മൾ പോവില്ലേ? ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നമുക്ക് എന്തിനാ കാർ? ഞാൻ അതുകൊണ്ട് യൂബർ ബൈക്ക് വിളിച്ചിട്ട് അങ്ങ് പോകും. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നീ ഇവിടെ തന്നെ ഫ്രീ ആയിരുന്നു. എന്നിട്ടും അവൻ നമ്മുടെ മുമ്പിൽ കിടന്ന് ആ ബൈക്കിൽ കിടക്കണ്ട. അതെന്തിനാ? ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്ന. എങ്ങനെ ഓട്ടം കിട്ടുമോന്നറിയാൻ? ഓട്ടം ഉണ്ടോന്നറിയാൻ വേണ്ടി, നിന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്ന അവനല്ല ഊബർ. പിന്നെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണം നിന്റെ കെട്ടിയവനായ ഞാനാണ് ഊബർ. ചേട്ടാ അങ്ങനെ പറയാ. അതെ,
ഇന്നത്തെ എന്തോ ഒരു വണ്ടി എടുത്തിട്ട് ഊബറായിരിക്കും കേറിപ്പോടി അവന്റെ ഒപ്പം. അയ്യോ അതൊരു ജീപ്പിന്റെ ശബ്ദമാ കേട്ടത്. അയ്യോ അയ്യോ എനിക്ക് തോന്നുന്നത് പോലീസുകാരായിരിക്കും. അയ്യോ എന്നെ വിളിപ്പിക്കേ. എന്നെ എവിടെയും കൂടെ ഹലോ സാറേ ഞാൻ ഇവിടെ ഇച്ചിരി വെളിച്ചെണ്ണ വാങ്ങിക്കാൻ വേണ്ടി വന്നയാ. എന്തിന് വെളിച്ചെണ്ണ? പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തൂടെ? ചൂടല്ലേ സാറേ? അപ്പൊ വെളിച്ചെണ്ണ പിള്ളേർ സ്കൂള്. നിന്റെ പിള്ളേർ പഠിക്കാനാ പപ്പടം കാച്ചാനാ സ്കൂളിൽ പോണം? പപ്പടം കാച്ചാൻ നീ ആരെന്ന്? ഞാൻ ഈ സുപ്രലാലിന്റെ ഭാര്യ. 10 ദിവസമായി അവിടുന്ന് പരോളെന്ന് പറഞ്ഞ് വന്നിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. നീ എന്തിനാ എന്റെ അടുത്ത് കള്ളം പറഞ്ഞത്? ഓ എനിക്ക് നിങ്ങളെ അറിയത്ത പോലുമില്ല. ഞാൻ പിന്നെ ഇതിന് സത്യം പറയണം. നിന്റെ ഭർത്താവിനെ ഒളിപ്പിക്കാൻ ശ്രമിക്കണ്ട. എനിക്ക് അവനെ ഇന്ന് ഇവിടുന്ന് കിട്ടണം. സാറേ സത്യമായിട്ട് ഇവിടെ ഇല്ലെന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ നോക്കട്ടെ. സാറേ ഇവിടെ ഞാൻ നോക്കും. സാറേ അങ്ങനെ ഒരു വീട് കയറി പരിശോധിക്കാൻ പറ്റത്തില്ല. ഇല്ല ഇവിടെ ഞാൻ നോക്കും. കണ്ടോ കണ്ടോ സാറേ, ഒരു ഫീമെയിൽസിന്റെ അലമാരി ഒന്നും അങ്ങനെ ഒരു പരിശോധിക്കരുത് സാറേ. അലമാരയ്ക്ക് ആണെന്നും പെണ്ണെന്നും ഉണ്ടോ? അങ്ങനെയല്ല പിന്നെ മാറിയില്ലോ സാറേ. അങ്ങനെ തുറന്ന് നോക്കുന്നത് മോശമാണ് സാറേ. എന്തോ പരിങ്ങുന്നത്? എനിക്ക് പറയുന്നില്ല, പുള്ളി ഇല്ലല്ലോ. കണ്ട എവിടെ സാറ് ചുമ്മാതെ. പക്ഷെ അവ ഇവിടെ തന്നെ ഉണ്ട്. ഇല്ല സാറേ ഇവിടെ ഉണ്ട്. ഇല്ല ഇവിടെ തന്നെ ഉണ്ട്. മര്യാദയ്ക്ക് ഉള്ളതുപോലെ പറ സാറേ. അങ്ങനെയാണ് ഈ ഗ്രന്ഥശാലയില് വായനശാലയുടെ പുറകിലിരുന്ന് ചിലപ്പോ പത്രം വായിക്കുന്നുണ്ടാവും. ഗ്രന്ഥശാലയുടെ പുറകെ ഇല്ലെങ്കിൽ ഞാൻ ഒരു വര കൂടെ വരും. ഹലോ ചേട്ടാ ഇറങ്ങി വായിങ്ങോട്ട്. ആ മനുഷ്യൻ നിങ്ങൾ എന്നെ ആ പുലിയുടെ മുമ്പിലാണോ ഇട്ട് കൊടുത്തത്? നീ എന്ത് വെളിവില്ലായ്മയെ കാണിച്ച? എന്തോന്ന്? ആ ഗ്രന്ഥശാലയുടെ പുറകിൽ പോയി കഴിഞ്ഞാൽ എന്നെ പുള്ളി പിടിക്കില്ലേ? നിങ്ങൾ ഇവിടെ നിൽക്കൂല്ലയോ? ദൈവമേ, ഈ പോലീസ് പോയപ്പോ എനിക്ക് റിലേം പോയോ? ഇപ്പൊ എന്ത് ചെയ്യും? മനുഷ്യൻ പോയിട്ടില്ല, അങ്ങാര് പോയിട്ടില്ല. ദേണ്ട വണ്ടിയുടെ ശബ്ദം വീണ്ടും വന്നു. അതിനകത്ത് കേറണ്ട, അതിനകത്ത് കയറിക്കോട്ടോ. ഇങ്ങോട്ടോ കേറ്. ഈ പെട്ടിക്കകത്ത് കയറുന്നത് നോക്കിയല്ലേ അയാള്. ദൈവമേ, പതുക്കെ 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 കയറണേ. മൂടാ കിട്ടിയോ സാറേ? ആളെ കിട്ടിയോ? ആളെ കിട്ടിയില്ല. ഒരു പട്ടി പറ്റി കിടന്ന ഞാൻ അറിഞ്ഞില്ലല്ലോ. അവിടെ ഒരു കുട്ടിയെ കിട്ടി. എന്നാലും എനിക്ക് അവനെ കിട്ടിയില്ല. അവനെ എനിക്ക് കിട്ടണം. സാറേ എനിക്ക് അറിയത്തില്ല സാറേ. അറിയത്തില്ല എന്ന് കള്ളം പറയരുത്. സത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ്? നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണ്? ഇഷ്ടമോ? ഞങ്ങള് തമ്മിൽ ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാ. ഒരു മിനിറ്റ്. ഹലോ സാറേ. ചേട്ടാ അയാള് ചോദിക്കും നമ്മൾ തമ്മിൽ എന്തുവാണെന്ന്. ഇഷ്ടമാണോ സ്നേഹമാണോ വഴക്കാണോ എന്ന് ചോദിക്കുന്നത്. എന്തു പറയട്ടെ? എടി നമ്മൾ തമ്മിൽ ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ടെന്ന് പുള്ളി ഡൗട്ട് അടിക്കും. അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം, ഇല്ലാത്തൊക്കെ പറഞ്ഞ് ചുമ്മാ എന്നെ പറ്റി നെഗറ്റീവ് വെച്ച് കാച്ചിക്കോ. ചേട്ടനെ പറ്റി എനിക്ക് അങ്ങനെ മോശം പറയാൻ പറ്റും. എടി ദൈവം അഴിക്കാത്ത പോണ്ടെങ്കിൽ നീ അങ്ങനെയൊക്കെ പറയണം. സാറേ ഞങ്ങള് തമ്മിൽ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാ ആ മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു പിഞ്ച ഹൃദയവാ. അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇതുപോലൊരു നാറി മനുഷ്യൻ വേറെ കാണത്തില്ല സാറേ. ഇയാളൊരു കള്ളനാണോ സാറേ? ഇങ്ങനെയാണോ ഒരു കള്ളന്മാര് കാണിക്കുന്നേ? പുറത്ത് എന്നെ വിടുന്നില്ല അയാൾ. ഇതിനകത്ത് കിട്ടുന്നു എന്നെ കൊല്ല ചെയ്യുവാ സാറേ. അല്ലെങ്കിൽ തന്നെ ഒരു കള്ളന്മാരെന്ന് പറഞ്ഞ എന്ത് സാധനം ഓട്ടിച്ചാലും 2 എണ്ണം കൊണ്ടുവരത്തില്ലേ? ഒറ്റ പോലീസാ സാറേ കൊണ്ടുവന്നേക്കുന്നത്. ഇതിന്റെ ഒരെണ്ണം ഇങ്ങനെയാണോ കള്ളന്മാര്? സാർ ഇതിനെ പിടിക്കുവാണെങ്കിൽ ദൈവത്തെ ഓർത്ത് തിരിച്ചിങ്ങോട്ട് കൊണ്ടു തരില്ലേ? ഞാൻ ആരെയും കെട്ടി ജീവിക്കട്ടെ. ഞാൻ ഒറ്റ കാര്യം പറയാം. 10 ദിവസത്തെ പരോളെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. 12 ദിവസമായി. അവനെ എനിക്ക് ഇവിടുന്ന് കൊണ്ടുപോയേ പറ്റൂ. അവ ഇവിടെ ഉണ്ടെന്നുള്ളത് പറ. അല്ല സാറേ 10 എന്ന് പറഞ്ഞ ഇവിടെ 3 ദിവസമേ ഉള്ളായിരുന്നു. ബാക്കി 7 ദിവസം എവിടെയായിരുന്നു? ഈ ചോദ്യം വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇന്നലെ തൊട്ട് ഇതിന്റെ പുറകെയാണ്. ഇവ ഇറങ്ങിയ എന്റെ 3 ദിവസം ചെങ്ങന്നൂരുള്ള ഒരു സുബേര വീട്ടിലായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഇവൻ നേരെ പോയത് ആറ്റിങ്ങിലുള്ള ഒരു മഞ്ജുവിന്റെ അവിടുന്ന് അവളൊരു കൊലുസ് കാണാതായിട്ടുണ്ട്. കൊലുസെന്ന് പറയുമ്പോ ഏകദേശം ഇതുപോലെയാണ്. അതിന് മഞ്ജു മറ്റേ കൊലുസ് കൊണ്ടുവരുമ്പോഴേ നമുക്ക് നോക്കാൻ പറ്റും. അവിടെ നിൽക്കട്ടെ. എന്റെ ബലമായ സംശയം ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ വേറെ എവിടെ ഒരു ചുറ്റിക്കളി അവനും ഉണ്ട്. അങ്ങനത്തെ ഒരാളല്ല സാറേ. ആര് പറഞ്ഞു? തെളിവ് സഹിതം എന്റെ ഉണ്ട്. ആയിക്കോട്ട് നോക്ക്. അതാണ് പറഞ്ഞത്. ഉണ്ട്. അയ്യോ സാറേ, സാർ അവനെ പിടിക്കുന്നുള്ള കാര്യം ഉറപ്പാണോ? ഉറപ്പാണോ സാറേ? പിടിക്കും. അവനെ ഞാൻ പിടിക്കും. അങ്ങനെയാണ് സാറിന് ഞാനൊരു പാരിതോഷികം തരും. എന്താ? ഇത് സാർ എടുക്കണം. പെട്ടിയാ? ഈ പെട്ടി നിറയെ സാർ എടുക്കണം. ഭർത്താവ് രക്ഷിക്കാൻ വേണ്ടി പെട്ടിക്കണക്കിന് പണം തരേണ്ട കാര്യമൊന്നുമില്ല. അയ്യോ അങ്ങനല്ല. പിന്നെ സാർ ഇത് തുറന്നു നോക്ക്. എനിക്ക് അതിന്റെ ആവശ്യമില്ല. സാറേ തുറന്നു നോക്ക്. തുറന്നു നോക്കൂലെന്ന്. ഇവിടെ മൊണ്ണ ഇത് തുറന്നു നോക്കണോ? സാറ് തുറന്നു നോക്കി. എനിക്ക് ഉപകാരപ്പെടും ഇത്. സുപ്രലാൽ 10 ദിവസത്തെ പരോളെന്ന് പറഞ്ഞ് പോയിട്ട് അവൻ കൊണ്ടുവല്ലേ സാറേ? ഇയാളല്ലോടെ പറഞ്ഞത് ഞാനല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ വേറൊരു പെണ്ണില്ലെന്ന്. ഒരു 4 പെണ്ണുങ്ങളുടെ കഥ ഇപ്പൊ ഇയാൾ എന്റെ അടുത്ത് പറഞ്ഞു. താനപ്പ എന്നെ ചതിക്കുമായിരുന്നല്ലയോ? നീ എന്നെ ചതിക്കുവാണോ? ഞാൻ നിന്റെ മമ്മൂട്ടിയല്ലേ? മമ്മൂട്ടി. നീ ആവനാഴിലെ മമ്മൂട്ടി, മതില്ല മമ്മൂട്ടി ഒന്നും അല്ല. 4-5 ഭാര്യമാരുള്ള നീ കളങ്കാവല്ല മമ്മൂട്ടിയാണ് സാറേ.